അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറി. നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കുള്ള ട്രെയിനാണ്. നമ്മൾ ആഗ്രയിലാണ് ഇറങ്ങുന്നത്. പിന്നെ അവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഒരു 3:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ആഗ്രയിലെത്തി. അവിടെ നിന്ന് നമ്മൾ റിക്ഷ വിളിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടൽ. അപ്പോൾ അവിടേക്ക് പോവാണ്. അങ്ങനെ ഇതായിരുന്നു നമ്മൾ ഹോട്ടൽ വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. പോയി കിടന്നത് മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ഡ്രസ്സപ്പൊക്കെ ചെയ്തു സെറ്റായി നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ അവിടെ എത്തി. അവിടുത്തെ കുറച്ച് സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് എൻ്റർ ചെയ്തു. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തു. അത്യാവശ്യം നല്ല ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈവനിങ് നമുക്ക് ആഗ്ര ടു ഡൽഹി ബസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര ലേറ്റ് ആക്കാൻ പറ്റില്ല. കാരണം തിരിച്ച് ഹോട്ടലിൽ ചെന്ന് ഫ്രഷായി പാക്ക് ചെയ്ത് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ബസ്സിനുള്ള ടൈം ആവും. സോ അതുകൊണ്ട് എല്ലാം സ്പീഡാക്കിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 1:30-1:35 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് താജ്മഹലിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഹോട്ടലിൽ പോയി നമ്മൾ പാക്കൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ആഗ്ര ടു ഡൽഹിയിലേക്കുള്ള ബസ് കയറിയിട്ടോ. അവിടുന്ന് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെയായിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഡൽഹിയിലെത്തി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ മണാലിയിലേക്കുള്ള ബസ് കയറിയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.